ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ പല അവയവങ്ങൾ ചേർന്ന് ഉണ്ടായിട്ടുള്ള ഒരു രൂപമാണ്. പുറമേയും അകമേയുമുണ്ട് അവയവങ്ങൾ. ഫിസിക്കൽ പാർട്ടും സ്പിരിച്വൽ പാർട്ടും കൂടിച്ചേർന്നതാണ് മനുഷ്യ വ്യക്തിത്വം. സ്പിരിച്വൽ പാർട്ടിൽ മനസ്സും ആത്മാവും ഉൾപ്പെടുത്താം. വളരെ സൂക്ഷ്മമായ ശ്രദ്ധയിലൂടെയാണ് ആത്മാവും മനസ്സും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അല്ലെങ്കിൽ ഏതാണ്ട് ഒരുപോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത്. ആത്മാവ് ഉള്ളതുകൊണ്ടാണ് മറ്റു ജീവികൾക്കില്ലാത്തതായ ഗുണങ്ങൾ മനുഷ്യനുള്ളത്. ഇത് ദൈവത്തോട് വളരെ അടുത്തതും ദൈവാംശം ഉള്ളതുമായ ഭാഗമാണ് ആത്മാവ്. സൂര്യൻ പ്രകാശം നൽകി സൃഷ്ടിയെ സഹായിച്ച് സംരക്ഷിക്കുന്നത് പോലെ ഉള്ളിലുള്ളതായ ദിവ്യ ഗുണങ്ങളെ പ്രദർശിപ്പിച്ച് പ്രയോജനപ്പെടുത്തി ഈ ലോകത്തിൽ ജീവിക്കുവാനാണ് ശരീരത്തിൽ ആത്മാവ് ആയിരിക്കുന്നത്. ദൈവിക ഗുണങ്ങളെ പ്രദർശിപ്പിക്കുവാൻ, പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി. മനസ്സിനൊരു ചെറിയ റോൾ മാത്രമാണുള്ളത്. സാധാരണ മനസ്സിന് കാണാൻ കഴിയാത്ത പല കാര്യങ്ങളും കാണുവാൻ വളർച്ച പ്രാപിച്ച ഒരു ആത്മാവിന് സാധിക്കും. ആത്മാവിൻ്റെ ഗുണങ്ങൾ വളരുമ്പോൾ നാം സ്പിരിച്വൽ ഗ്രോത്തിലാണ്. എന്താണ് സൃഷ്ടിയുടെ സ്വഭാവം? നല്ല ഗുണങ്ങളെ, നല്ല ഫലങ്ങളെ നൽകുന്നവയെ സംരക്ഷിക്കുന്നു. പരസ്പരം സഹകരിച്ച് സൃഷ്ടി മെച്ചപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നു. അടുത്തതായി, വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ ഗ്രോത്തിലായിരിക്കുന്ന ഒരു ആത്മാവിന് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വലിയ സന്തോഷമുണ്ടാകുവാനോ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ദുഃഖിക്കുവാനോ കഴിയുകയില്ല. സ്പിരിച്വൽ ഗ്രോത്തിലായിരിക്കുന്ന ഒരു ആത്മാവിനെ ദുഃഖിപ്പിക്കുവാൻ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് കഴിയുകയില്ല. അതുപോലെ ചെറിയ ചെറിയ വിജയങ്ങൾ നിമിത്തം അമിതമായി സന്തോഷിക്കുകയുമില്ല. ചെറിയ തോൽവിയിലും ചെറിയ വിജയങ്ങളിലുമൊക്കെ എപ്പോഴും ബാലൻസായി ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്യുന്നവരോട് ക്ഷമിക്കുവാനും മനഃപൂർവ്വം തുടർച്ചയായി തെറ്റു ചെയ്യുന്നവരിൽ നിന്ന് വേണ്ടത്ര ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുവാനും വേണ്ടത്ര ദൂരം ഉണ്ടാക്കി മുൻപോട്ട് പോകുവാനും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവിന് കഴിയും. അപ്പോൾ ഇതൊക്കെയാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്പിരിച്വൽ ഗ്രോത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചില പ്രധാന കാര്യങ്ങൾ സ്പിരിച്വൽ ഗ്രോത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്.